ഹലോ ഗൈസ്, അപ്പോൾ മാങ്ങാകാലം കഴിയുന്നതിനെക്കാട്ടി മുന്നേ ഒരു മാമ്പഴ പുളിശ്ശേരിയും കൂടി ആയാലോ. മാങ്ങ വെച്ച് ഇനി ട്രൈ ചെയ്ത് നോക്കാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. പിന്നെ ലാസ്റ്റ് ഇതും കൂടി അങ്ങ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നിർത്താമെന്ന് പറയാൻ പറ്റില്ല. ഇനിയും ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഐറ്റംസ്. മാങ്ങ കിടക്കുകയല്ല, അപ്പം ഇനിയും ഉണ്ടാക്കി നോക്കാം. അങ്ങനെ മാംഗോ സീരീസിൽ നമ്മൾ ഒരു വട്ടം മാമ്പഴ പുളിശ്ശേരി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടാണ് ചെയ്തേക്കണത്. പക്ഷേ ഇത് നമുക്ക് ശരിക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞൻ മാങ്ങകളില്ലേ, അങ്ങനത്തെ കിട്ടിയതാണ്. അപ്പം അങ്ങനത്തെ കിട്ടിയപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പത്തും പോലെ തന്നെ തൊലി കളഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിക്കാൻ വെക്കുക. പിന്നെ അതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും പച്ചമുളകും തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ മാങ്ങകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഇത് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതും കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കൂടിയിട്ട് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് താളിച്ചൊഴിക്കുക. അത്രേ വേണ്ടിട്ടുള്ളൂ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആവുമല്ലോ. പുളി, മധുരം, ഉപ്പ് ഒക്കെ കൂടി മിക്സായി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മൂവാണ്ടൻ മാങ്ങ മറ്റുള്ള മാങ്ങകൾ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഈ ഒരു മാങ്ങ വെച്ച് ചെയ്തപ്പോഴാണ്. പിന്നെ എന്താ ഉണ്ടാക്കുക, അങ്ങോട്ട് ചോറിലേക്ക് ഒഴിക്കുക, ഒരു മാങ്ങയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി അങ്ങ് തിന്നുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.